നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഒരു ടെക്നിക്കാണ്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടെക്നിക്കാണ്. പുതിയ പുതിയ ടെക്നിക്സുമായിട്ട് ഞാൻ വരുന്നത്, നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസത്തോടെയാണ്. ഓക്കെ, ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ എൻക്വയറി നടത്തി ജോയിൻ ചെയ്തു. നമ്മുടെ ഹോപ്പോണോപ്പോണോ പ്രയർ ആ വീഡിയോ, ഒറ്റൊരു വീഡിയോ കണ്ടിട്ട് അതിൽ കമൻസ് നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ പങ്കുവെച്ചത്. അപ്പം സന്തോഷം. എല്ലാവർക്കും ക്ലാസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഇന്നത്തെ ടെക്നിക്സിലേക്ക് കിടക്കാം നമുക്ക്. ഇന്ന് ഒരു മാജിക് സ്റ്റോൺ ടെക്നിക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാകും. ഇത് വേറെ ഒന്നുമല്ല, ഇതിന് വേണ്ടത്, നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് വെക്കുന്ന കല്ല് കണ്ടിട്ടില്ലേ, പല കളറുള്ള കല്ല്. അത് മതി. അത് ഏതൊരു കളറാണോ നിങ്ങൾക്കിഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ളതിൽ ഓർഡർ ചെയ്താൽ കിട്ടും. സ്റ്റോൺസ്, ടൈപ്സ് ഓഫ് കളർ സ്റ്റോൺസ് ടൈപ്പ് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാം. ഏതായാലും കുഴപ്പമില്ല. ഒരു കല്ല്, നിങ്ങളുടെ കണ്ണിന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല കളറുള്ള ഒരു കല്ലെടുക്കുക, സ്റ്റോൺ. ഇത് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആൽഫ സ്റ്റേജിലേക്ക് പോകും, ഒരു മയക്കാവസ്ഥയിലേക്ക് പോകും. ഉപബോധ മനസ്സ് ആക്റ്റീവ് ആകും. നമ്മൾ മയക്കാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആകുകയും ഒരു ആൽഫ സ്റ്റേജിലായിരിക്കും നമ്മൾ. പക്ഷേ എങ്കിലും നമ്മളെല്ലാം അറിയുന്നുണ്ട് അല്ലേ ഉറങ്ങുമ്പോൾ? എന്തുകൊണ്ടാണത്? നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആയിരിക്കുന്നുണ്ടാണ് നമ്മൾ പകുതി അറിയുന്നത്. പക്ഷേ എന്നാലോട്ട് നമ്മൾ മയക്കാവസ്ഥയിലുമായിരിക്കും അല്ലേ. അപ്പം ഇന്ന് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഏതൊരു ടെക്നിക്ക്, ഇതിനു മുമ്പ് പറയണത്, ഏതൊരു ടെക്നിക്സും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? വിശ്വാസം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഫലിക്കുകയുള്ളൂ. ഇത് നടക്കുമോ, നടക്കില്ലയോ, ഇതൊക്കെ തട്ടിപ്പാണോ എന്ന സംശയത്തോടു കൂടി, ആ ഒരു സംശയം നിങ്ങളുണ്ടാവും. നിങ്ങൾ ബോഡി എത്തരത്തിലുള്ള വൈബ്രേഷൻ ചെയ്യുക, എത്തരത്തിലുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള, നിങ്ങൾ നടക്കില്ല, നടക്കുമോ എന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നടക്കില്ല. അപ്പം 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നടക്കും എന്ന് വിചാരിച്ച് ചിന്തിച്ച് ചെയ്യൂ. ഓക്കെ. പിന്നെ ഹാപ്പിനെസ്. എപ്പോഴും സന്തോഷമായിരിക്കാൻ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, അത് ചെയ്യുക. നെഗറ്റീവ്സിനൊക്കെ അവോയ്ഡ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാനുള്ള ടെക്നിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, അത് ചെയ്യുക. ഓക്കെ. ഈ ഒരു കല്ല് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എടുത്ത് കയ്യിൽ പിടിച്ച്, നമ്മൾക്ക് എന്താണോ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് നേടേണ്ട ഒരു കാര്യം, അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ്, അവരവരുടെ പേഴ്സൺസിന് അവരുടെ ലൈഫിൽ എന്താണോ അതുപോലെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്താണോ നേടാൻ ആഗ്രഹം, അത് ഈ സ്റ്റോൺ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഈ സ്റ്റോണിലേക്ക് കുറച്ച് സമയം നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. ഓക്കെ. എന്നിട്ട് ആ സ്റ്റോണിലേക്ക് ചാർജ് കൊടുക്കുക. എത്തരത്തിലുള്ള ചാർജ്? സ്റ്റോൺ എടുത്ത് കുറച്ച് സമയം നോക്കി നിന്ന്, പിന്നെ അത് കയ്യിലെടുത്ത് പിടിച്ച് കണ്ണടച്ച് നിന്ന്, നമുക്ക് നേടാൻ ആഗ്രഹമുള്ള ആ ഒരു കാര്യം ഓൾറെഡി നമുക്കുണ്ട്, നമ്മളത് നേടിക്കഴിഞ്ഞു എന്ന ധാരണയോടുകൂടി, എന്ന ഫീലിങ്സോടുകൂടി, ഇമോഷനോടുകൂടി, സന്തോഷത്തോടുകൂടി എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു കാറ് മേടിക്കണം, അതാണ് ആഗ്രഹം എന്ന് വെക്കുക. നിങ്ങൾ ഷോപ്പിൽ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നു, കളർ സെലക്ട് ചെയ്യുന്നു,
എത്ര സീറ്റ് വേണം കാറിന്, ഇതൊക്കെ മനസ്സിൽ കാണുക. ഈ സ്റ്റോണ് കയ്യിലെടുത്ത് പിടിച്ചിട്ട് വേണം കാണാൻ. ഒക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ വിത്ത് ഇമോഷൻ അനുഭവിക്കുക, ഫീലിങ്സ് ഫീൽ ചെയ്യുക. ശേഷം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നു. ഞാനിപ്പോൾ ഒരു കാറ് മേടിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അതല്ല വേറെ ഏതാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നു. നിങ്ങളതിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നു. അത് ഫീലിങ്ങിലെ 5 സെൻസിലൂടെ നിങ്ങളത് അനുഭവിച്ചറിയണം. ഓക്കെ, നിങ്ങൾ സീറ്റിലിരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സ്റ്റോൺ കയ്യിലെടുത്ത് പിടിച്ച് നിങ്ങൾ അതിലേക്ക് ചാർജ് കൊടുക്കുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ട്. ശേഷം അത് ഭദ്രമായ ഒരു സ്ഥലത്ത് എടുത്ത് വെക്കാം. ഇങ്ങനെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കും. 21 ദിവസം പറയുന്നതിൻ്റെ കണക്ക്, 21 ദിവസത്തെ കണക്ക് പറയുന്നതിൻ്റെ കാര്യം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഏതൊരു കാര്യവും റിപ്പീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതൊരു വിശ്വാസമായി മാറും. അതിന് മിനിമം വേണ്ട ദിവസമാണ് 21. 21 കൂടുതൽ ദിവസം ചെയ്താൽ അത്രയും എഫക്റ്റാണ്, റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കാണുന്നവർ നിങ്ങളുടെ ആഗ്രഹം ഈ വീഡിയോയിൽ എന്താണോ നിങ്ങൾക്ക് നേടേണ്ടത് അത് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യും. തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിച്ചതിന് നന്ദി, ഇങ്ങനൊരു എക്സാമ്പിളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യൂ. എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ വിഷ്വലൈസ് ചെയ്യൂ കിട്ടിയതായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാ ടെക്നിക്സും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നമ്മൾ 21 ദിവസത്തെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു അവസരമാണ്. എല്ലാവരും ജോയിൻ ചെയ്യൂ. തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.